9th സ്റ്റാൻഡേർഡ് മാത്സ് ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ സാമ്പിൾ എക്സാം പേപ്പറാണിത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 മുതൽ 4 ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് ചോയ്സ് ഉണ്ടാകും. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിരിക്കുന്നതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ 3 എണ്ണം എഴുതണ്ടു. 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യനിൽ 3 എണ്ണം എഴുതണ്ടു. ഒരു ക്വസ്റ്റ്യൻ അധികം ഉണ്ടാവും. അടുത്ത സെക്ഷനിൽ 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്. അത് 3 മാർക്കിൻ്റെയാണ്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ്. അത് 5-ാം നമ്പർ മുതൽ 5 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ അകത്ത് 4 എണ്ണം എഴുതണ്ടു. അതിന് 3 മാർക്കാണ് ഉണ്ടാവുക. അപ്പം നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ഏറ്റവും നല്ലോണം അറിയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യമായിട്ട് എഴുതുക. പിന്നെ 12 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യൻസ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൽ 8 ക്വസ്റ്റ്യന് മാത്രമേ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിച്ചിട്ട് ഏറ്റവും നല്ലോണം അറിയുന്ന 8 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. 23 മുതൽ 29 വരെയുള്ളതിൽ 6 ക്വസ്റ്റ്യൻ ഉണ്ടാകും. 6 ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്. അതിന് 5 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം എല്ലാവരും ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട്. 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണ്ടു. അപ്പോൾ ക്വസ്റ്റ്യൻ 23 മുതൽ 29 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയിട്ട് അതിൽ നന്നായിട്ട് അറിയുന്ന 6 ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ. Question number 5. 3 equations are given below. X plus y equal to 7, x plus y equal to 7, y plus z equal to 4, x plus z equal to 3. അതിൽ വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്നും ഫൈൻഡ് എക്സ് വൈ സെഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7, വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 4, എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 3. അത് നമ്മൾ ആദ്യം എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായത് എക്സ് പ്ലസ് വൈയും വൈ പ്ലസ് സെഡും എക്സ് പ്ലസ് സെഡും ഫുൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് പിന്നെ ഈ 7, അതായത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് എന്താവും? 7 + 4 + 3 എന്നാവും. അപ്പോൾ 7 4 11 3 14 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. അതായത് എക്സ് പ്ലസ് വൈ ആദ്യത്തത് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 7 ആണ്. പിന്നെ വൈ പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 4 ആണ്. എക്സ് പ്ലസ് സെഡ് എന്ന് പറയുമ്പോൾ 3 ആണ്. അതിൽ ആഡ് ചെയ്താൽ 14 കിട്ടും. ഇനി ഇവിടെ നോക്കിയാൽ എക്സും 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2x എഴുതും. വൈയും 2 എണ്ണം ഉണ്ടാവും. 2 സെഡ് ഉണ്ടാവും. അങ്ങനെ 14 കിട്ടും. പിന്നെ ഇതിലൊക്കെ 2 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് നമ്മൾ 14/2 ആണ്. അത് 7 കിട്ടും. പിന്നെ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ കാണാനുണ്ട്. അതിൽ എക്സ് പ്ലസ് വൈ 7 ആണ്. അപ്പം നമ്മൾ എക്സ് പ്ലസ് വൈ 7 ആകുമ്പം 7 + സെഡ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അപ്പോൾ സെഡ് എന്താണ്? 0 ആയിരിക്കും. എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. പിന്നെ വൈ എന്ന് പറയുന്നതിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ സെഡ് 0 ആകുമ്പോൾ വൈ എന്തായിരിക്കും? 4 ആയിരിക്കും. അടുത്തത് എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു 3. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്തറിയാം? എക്സ് ഈക്വൽ ടു 3 ആയിരിക്കും. ഇവിടെ 3 + 0 ആണ് 3 കിട്ടുക. അപ്പോൾ അതിങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ വെർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എൻ ഈക്വലേറ്റർ ട്രയാങ്കിൾ ഈസ് √3 സെൻറ്റിമീറ്റർ. അതായത് ഇതെന്താണ്? ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതൊരു സമഭുജ ത്രികോണമാണ്. എല്ലാ വശങ്ങളും തുല്യമായ ഒരു ത്രികോണമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫ്രം വേർട്ടെക്സ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കുത്തനെയുള്ള വരെയാണിത്. 90 ഡിഗ്രിയാണ്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഇത് ഈക്വലേറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ ഇത് 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും, ഇത് മൊത്തം 60 ആയിരിക്കും. അപ്പോൾ ഇത് നടുക്കേ കൂടി മുറിച്ചത് കൊണ്ട് തന്നെ ആ പിക്ചർ ഇങ്ങനെയാണ് ഉണ്ടാവുക. 30 60 90. അപ്പോൾ ഈ ഹൈറ്റ് √3 ആണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. 13ൻ്റെ ഓപ്പോസിറ്റ് 1, 16ൻ്റെ ഓപ്പോസിറ്റ് √3, 19ൻ്റെ ഓപ്പോസിറ്റ് 2 വരുന്ന റേഷ്യോ 1:√3:2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്കിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിളിനെ 2 പീസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡും ഇവിടെ 2 ആയിരിക്കും. ഇത് മൊത്തം 2 ആയിരിക്കും, ഇതും 2 ആയിരിക്കും. അപ്പോൾ ഇത് 1 ഇത് 1 അങ്ങനെയാണ് ഉണ്ടാവുക. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് എന്ന് പറയുമ്പോൾ 2 സെൻറ്റിമീറ്റർ കിട്ടും. കാരണം നമ്മളിത് √3, ഇത് 16ൻ്റെ ഓപ്പോസിറ്റ് √3 ആണ്, 13ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്. അപ്പോൾ ഈ പീസ് 1 ഈ പീസ് 1 ടോട്ടൽ 2. പിന്നെ ഇത് 2 നമുക്ക് ആദ്യമേ അറിയുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാ സൈഡും എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ കിട്ടും. അടുത്തത് ഫൈൻഡ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഏരിയ കാണേണ്ട ഇക്വേഷൻ ½ ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് 2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് √3. ഈ ഹാഫിൻ്റെ 2ഉം ഈ 2ഉം കട്ടായിപ്പോൾ ബാക്കി √3 ആണ് ഉണ്ടാവുക. A point G divides the median of a triangle in the ratio 2:1
ആസ് ഇൻ ദ ഫിഗർ ദി ലൈൻ പി ക്യു ഈസ് പാരലൽ ടു ബി സി. ബി സിക്ക് പാരലലാണ് ആ ലൈന്. എ ജി ഈസ് ടു ജി ഡി. എ ജി എന്ന് പറയുന്നത് എ ജി കുത്തനെയുള്ള വര. എ ജി ഈസ് ടു ജി ഡി എന്ന് പറയുന്നത് 2:1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ 2:1 ആണെങ്കിൽ ഈ ജിയുടെ പേര് സെൻട്രോയിഡ് എന്നായിരിക്കും. ഈ വേർട്ടെക്സ് എന്ന് ഇത് പോകുന്നത് ഇത് മിഡ് പോയിൻറ്റും ആയിരിക്കും. ഈ മിഡ് പോയിൻറ്റിലേക്കുള്ള ലൈൻ ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ മീഡിയനാണ്, ഇത് മിഡ് പോയിൻ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഇത് 2:1 കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജി എന്തായിരിക്കും? സെൻട്രോയിഡ് ആയിരിക്കും. ഇനി എ പി ഈസ് ടു പി ബി, അതായത് ഇവിടെ ഇപ്പോൾ 2:1 ആണ്. ഈ ലൈന് പാരലലും ആയതുകൊണ്ട് ഈ റേഷ്യോയും 2:1 ആയിരിക്കും. അതായത് ഇതിൻ്റെ ഡബിളാണ് ഇവിടെ ഉണ്ടാവുക, അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. എ ക്യു ഈസ് ടു ക്യു സി എന്ന് പറയുന്നതും 2:1 ആയിരിക്കും. റേഷ്യോ സെയിം ആയിരിക്കും. ഇഫ് എ സി ഈക്വൽ ടു 21, അതായത് ഈ ലൈന് 21 ആണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ക്യു? എ ക്യു കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 21 ഇൻറ്റു ഇത് 2/3 പാർട്ടാണ്, ഇത് 1/3 പാർട്ടാണ്. അപ്പോൾ 21 ഇൻറ്റു 2/3 പാർട്ട് കണ്ടാൽ മതി. എ ക്യു കാണുമ്പോൾ ടോട്ടൽ 21 ആണ്. 21 ഇൻറ്റു, അതായത് ഇത് 2:1 ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ്റെ ആ മെത്തേഡ് തന്നെയാണ്. ടോട്ടൽ ലൈന് തന്നിട്ട് നമുക്ക് റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. 21 ഇൻറ്റു 2/3, ഇവിടെ 2:1 ആണ്. അപ്പോൾ ടോട്ടൽ സം ഓഫ് റേഷ്യോസ് എന്ന് പറയുന്നത് 2 + 1 3 ആണ്. അപ്പോൾ എ ക്യു കാണുമ്പോൾ ടോട്ടൽ 21 ഇൻറ്റു 2/3യും ക്യു സി കാണുമ്പോൾ 21 ഇൻറ്റു 1/3യും വെച്ചിട്ടാണ് കാണാം. അപ്പോൾ ഇവിടെ നമുക്കിത് 14 കിട്ടും. എ ക്യു ഇൻറ്റു, അപ്പോൾ അതായത് 321 7 ടൈംസ് 7 ഇൻറ്റു 2 14. അപ്പോൾ ഇത് 14 ആണെങ്കിൽ ഇത് 7ഉം ആയിരിക്കും. അടുത്ത വാട്ട് ഈസ് എ പി ഈസ് ടു പി ബി? എ പി ഈസ് ടു പി ബി എന്ന് പറയുമ്പോൾ 2:1 ആണ്. എ സി 21 ആകുമ്പോൾ എ ക്യു എന്തായിരിക്കും? അത് 14 ആണ്. റൈറ്റ് ദ എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി. നമ്മൾ എക്സ്പാൻഷൻ നമുക്കറിയാം. ആദ്യം എക്സ് ഇൻറ്റു യു ചെയ്യും, പിന്നെ എക്സ് ഇൻറ്റു വി ചെയ്യും, പിന്നെ വൈ ഇൻറ്റു യു ചെയ്യും, പിന്നെ വൈ ഇൻറ്റു വി ചെയ്യും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂസിങ് ദിസ് റൈറ്റ് എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ പ്ലസ് 4 അതിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് ഇൻറ്റു വൈയും എക്സ് ഇൻറ്റു 4ഉം 4x വരും. പിന്നെ 3 ഇൻറ്റു വൈയും 3y വരും. പിന്നെ 3 ഇൻറ്റു 4 12 വരും. എക്സ് ആൻഡ് വൈ ആർ സ്മോൾ ആംഗിൾസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. വാട്ട് ഈസ് എക്സ് പ്ലസ് വൈ? നമുക്കറിയാം എക്സും വൈയും റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 90 ഫിക്സ്ഡ് ആണ്. പിന്നെ മറ്റേത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 90 ഡിഗ്രി. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ 90 ഡിഗ്രി കിട്ടും. പിന്നെ ഇവിടെ ബി ക്വസ്റ്റ്യൻ പറഞ്ഞത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10 ദെൻ ഫൈൻഡ് സ്മോൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ. എക്സ് പ്ലസ് വൈ 90 ആണ്, എക്സ് മൈനസ് വൈ 10 ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ വലുതെന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എക്സ് മൈനസ് എക്സ് 0 ആവും. വൈ മൈനസ് വൈ 2y. 2y ഈക്വൽ ടു 80, വൈ ഈക്വൽ ടു 80/2 40 കിട്ടും. അപ്പോൾ വൈ 40 ആകുമ്പോൾ നമുക്കറിയാം ഇത് രണ്ടും കൂടെ കൂട്ടി 90 ആണ്. അപ്പോൾ എക്സ് 50 കിട്ടും. ഡ്രോ ദ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 cm. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ 10 cm ഉള്ള ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേയുള്ള വീഡിയോയിൽ. ഡ്രോ ഈക്വൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 എന്ന് പറയുമ്പോൾ ആദ്യം 11 cm ഉള്ള വര വരയാം. 11 cm വര വരഞ്ഞിട്ട് നമുക്ക് 3, 6, 9 ആയ ചെരിഞ്ഞ വര ഉണ്ടാക്കാം. അതിൽ 9 എടുക്കുന്നതാണ് നല്ലത്. 3, 6 ഒക്കെ ആകുമ്പോൾ കുറച്ച് ചെറുതായിരിക്കും. കാരണം 11 cm ആണ് നമ്മൾ ഫസ്റ്റ് വരയുന്ന വര. അപ്പോൾ ആദ്യം 11 വരയുക. പിന്നെ എന്ത് ചെയ്യാം? 11 വരഞ്ഞതിന് ശേഷം ചെരിഞ്ഞ വര എന്തെടുക്കാം? 9 cm എടുത്തിട്ട് 3 cm വെച്ചിട്ട് അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിന് പാരലൽ ലൈന് വരയാം. താഴോട്ടേക്ക് ഈക്വലായിട്ട് ട്രയാങ്കിൾ വരയാം. അത് വരയുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡൗട്ടുള്ളവർ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. Let's see the patterns given below. 1/9 equal to 0.111, 2/9 equal to 0.222, 3/9 equal to 0.333. അപ്പോൾ നെക്സ്റ്റ് ലൈൻ എഴുതാം. 4/9 equal to 0.444, 5/9 equal to 0.555. റൈറ്റ് 0.444 as a fraction. അപ്പോൾ 0.444 എന്ന് പറയുന്നത് ഫ്രാക്ഷനായിട്ട് എഴുതണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? 0.444 എന്ന് പറയുമ്പോൾ 4/9 ആണ്. അപ്പോൾ 4/9 എന്ന് പറയുന്ന നമ്പർ ഫ്രാക്ഷനായിട്ട് 4/9 ആണ് വരിക. 0.444 എന്ന് പറയുന്നത് 4/9. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ലൈൻ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ലൈൻ തന്നെയാണ് ഇതിൻ്റെ ആൻസർ 4/9. അടുത്ത സി റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് √0.444. √0.444 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക √4/9 ആണ്. 4/9 എന്ന് പറയുമ്പോൾ 4 × √2ഉം
9ൻ്റെ റൂട്ട് 3യും കിട്ടും. 2/3 കിട്ടും. അപ്പോൾ 2/3 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻ എഴുതാൻ അറിയില്ല. അപ്പം നമ്മൾ 2/3നെ എന്ത് ചെയ്യും? ഇൻറ്റു 3 ചെയ്യും. അപ്പോൾ ഇൻറ്റു 3 ചെയ്യുമ്പോൾ 6/9 ആവും. 6/9ൻ്റെ ഡെസിമൽ ഫോം 0.666 ആണ്. അടുത്തത് നമ്മുടെ 8 ക്വസ്റ്റ്യൻസ് എഴുതാനാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ബൈ.